കടം കയറി സംസ്ഥാന സർക്കാർ നട്ടം തിരിയുമ്പോൾ പ്രതിസന്ധിയിലായി സ്റ്റുഡന്റ് പോലീസ് സംവിധാനവും. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പദ്ധതിക്ക് സർക്കാർ സഹായം നിഷേധിക്കുകയാണ്. ഇതോടെ സ്റ്റുഡന്റ് പോലീസ് യൂണിറ്റുകളുടെ പ്രവർത്തനം തന്നെ നിശ്ചലമാവുകയാണ്. പിണറായി സർക്കാരിന്റെ ധൂർത്തും വരുത്തിവെച്ച കടവും സർവ്വമേഖലയെയും ഗുരുതരമായി ഇതിനകം ബാധിച്ചു കഴിഞ്ഞു. സ്റ്റുഡന്റ്സ് പോലീസ് സംവിധാനത്തിലെ വിദ്യാർത്ഥികളും ഇരകളാക്കപ്പെടുകയാണ്. ഇവർക്കുള്ള ഭക്ഷണത്തിന്റെയും യൂണിഫോമിന്റെയും തുക വരെ വെട്ടിക്കുറച്ചു കഴിഞ്ഞു. അനുവദിച്ച തുക പോലും ഇതുവരെയും നൽകിയിട്ടുമില്ല. കഴിഞ്ഞ അധ്യയന വർഷം കേഡറ്റുകളുടെ ക്യാമ്പ് ഭക്ഷണത്തിന് സർക്കാർ വിദ്യാലയങ്ങൾക്ക് 60,000 രൂപയും എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് 30,000 രൂപയുമാണ് അനുവദിച്ചത്. ഈ വർഷം എല്ലാ വിദ്യാലയങ്ങൾക്കും അനുവദിച്ചത് 19,000 രൂപ മാത്രമാണ്. ഇതുപോലും മുഴുവനായി പല സ്കൂളുകൾക്കും ലഭിച്ചിട്ടില്ല. രക്ഷിതാക്കളുടെ പിന്തുണ കൊണ്ടാണ് പദ്ധതി മുടങ്ങാതിരിക്കുന്നതെന്ന് അധ്യാപകർ പറയുന്നു. യൂണിഫോമിന് വേണ്ടി 80,000 രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതും കണക്കുകളിൽ മാത്രമാണ്. അധ്യാപകർക്കും പരിശീലനം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്ന ചെറിയ പ്രതിഫലവും ഇതുവരെ നൽകിയിട്ടില്ല. വിദ്യാർത്ഥികളിൽ നിയമബോധവും സാമൂഹിക സേവന സന്നദ്ധതയും വളർത്താൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ സംവിധാനത്തിനെതിരെയുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.